കഥയെ ആരംഭിക്കുന്നത് സോയെ എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സിറ്റിയിലെ തെരുവിലൂടെ അവൾ നടന്നു നീങ്ങുകയായിരുന്നു. അവളുടെ ചുറ്റിലുമുള്ള അന്തരീക്ഷം വളരെയധികം കലുഷിതമാണ്. കാറുകൾ കത്തിയെരിയുന്നു, ആളുകൾ ഭയന്നോടുന്നു, ചില ആളുകൾ മറ്റു ചില ആളുകളെ കടിച്ചു കീറുന്നു. പക്ഷേ 4 മണിക്കൂറുകൾക്ക് മുമ്പ് ഇതൊന്നും ആയിരുന്നില്ലേ അവസ്ഥ. 4 മണിക്കൂറിന് മുമ്പ് സോയെ താൻ പഠിക്കുന്ന കോളേജിൽ റിസർച്ചിന്റെ ഭാഗമായി നിൽക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ സോയെ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, അവസാനഘട്ട വിദ്യാർത്ഥിനി. വളരെ വിചിത്രമായ സിംറ്റംസ് കാരണം മരണപ്പെട്ട ഒരാളുടെ മൃതശരീരം അവർ പരിശോധിക്കുകയായിരുന്നു. അതിനുശേഷം സോയെ ഒരു ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ പോയി. വളരെയധികം ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു ബ്ലഡ് സാമ്പിൾ. അങ്ങോട്ടേക്കെത്തിയ സോയയുടെ സീനിയർ ലെക്ചറർ അവളോടൊരു കാര്യം പറഞ്ഞു. സോയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്ലഡ് സാമ്പിൾ വളരെ സ്പെഷ്യലാണ്. മികച്ച ആന്റിബോഡികൾ അതിനകത്തുണ്ട്. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന രീതിയിൽ നിന്റെ ഫൈനൽ പ്രൊജക്ടിന് ഇത് പ്രയോജനപ്പെടുത്തിയാൽ നന്നായിരിക്കും. സോയയെ അവിടെ നിന്നും അത് തന്നെ തന്റെ പ്രൊജക്റ്റ് ആക്കാം എന്ന് ചിന്തിച്ച് ആ ബ്ലഡിന്റെ ഓണറായ മാക്സിനെ കാണുവാൻ പോയി. ആഴ്ചയിൽ തന്റെ ബ്ലഡ് ചെക്കപ്പിന് മാക്സ് അവിടെ എത്തുമായിരുന്നു. മാക്സിന് സോയയ്ക്ക് മേലൊരു കണ്ണുണ്ട്. അവിടെ ബ്ലഡ് ചെക്കപ്പിന് വരുമ്പോഴൊക്കെയും സോയയ്ക്കടുത്ത് ശൃംഗാരഭാവത്തിൽ സംസാരിക്കുകയും അവളെ വളയ്ക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ മാക്സ് ചെയ്യുമായിരുന്നു. അന്ന് വന്ന മാക്സ് തന്റെ കയ്യിൽ സോയയെന്ന് പതിപ്പിച്ചിരിക്കുന്നത് അവളെ കാണിച്ചു കൊടുത്തു. സോയക്ക് അതൊക്കെ കണ്ടപ്പോ ചെറിയ ഭയമായിരുന്നു തോന്നിയത്. മാക്സിന് സോയേക്കാൾ ഒരുപാട് പ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിനെ സോയയ്ക്ക് ഇഷ്ടവുമായിരുന്നില്ല. മാക്സിന്റെ ശ്രമങ്ങളും പ്രപ്പോസലും ഒക്കെ സോയെ റിജക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അബ്ബി എന്ന സോയയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അതോടെ സോയയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന മാക്സ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അബ്ബി വന്നതൊരു കാര്യം പറയാനായിരുന്നു. അന്ന് കോളേജിൽ വെച്ച് തന്നെ ഒരു പാർട്ടി അവരൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സോയയും പങ്കെടുക്കണം. സോയെ പാർട്ടിയിലെത്തി. നാണക്കാരിയായ സോയെ വല്ലാതെ ഒരു പരിങ്ങലോടെയായിരുന്നു പാർട്ടിയിൽ നിന്നിരുന്നത്. അത്രയും നാളും നല്ല രീതിയിൽ പഠിക്കണം, ഡോക്ടറാകണം, റിസർച്ച് ചെയ്യണം, ഇതൊക്കെ മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. കുറച്ചു നേരത്തെ റിലാക്സേഷന് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ രസകരമായി എന്തെങ്കിലും ചെയ്യാനോ പാർട്ടിക്ക് പോകാനോ ഒന്നും അവൾക്ക് മൂടുണ്ടാവാറില്ല. ഇന്ന് അബ്ബി നിർബന്ധിച്ചതുകൊണ്ട് വന്നതാണ്. സോയയുടെ ഫ്രണ്ട്സൊക്കെ മദ്യപിച്ചു. അവരുടെ പക്കലുള്ള ബിയർ ബോട്ടിൽസും കാലിയാവാൻ തുടങ്ങിയിരുന്നു. മോർച്ചറിയുടെ ഭാഗത്ത് തണുക്കുവാൻ വേണ്ടി അവർ കുറെ ബിയർ സൂക്ഷിച്ചു. അതെടുത്തുകൊണ്ട് വരാൻ സോയയോട് നിർദ്ദേശിച്ചതുകൊണ്ട് സോയെ അതെടുക്കാൻ പോയി. അങ്ങനെ മോർച്ചറിക്ക് അകത്ത് കയറി പറഞ്ഞ പോലെ ഒരു കോർണറിൽ ഉണ്ടായിരുന്ന ബിയർ അവൾ കണ്ടെടുത്തു. പക്ഷേ അവൾ മോർച്ചറിക്ക് അകത്ത് കയറിയതും അവളെ പിന്തുടർന്ന് മാക്സ് അങ്ങോട്ടേക്ക് വന്നിരുന്നു. മാക്സ് അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. പ്രതിരോധിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അവിടെ ഉണ്ടായിരുന്ന നേരത്തെ സംശയാസ്പദമായ സാഹചര്യത്താൽ വ്യത്യസ്ത സിംറ്റംസിനാൽ മരണപ്പെട്ട ആ വ്യക്തിയുടെ മൃതദേഹം ജീവൻ വെച്ച് എഴുന്നേറ്റ് വന്നു. കൃത്യമായും ഒരു സോംബിയായി അയാൾ മാറിയിരുന്നു. ആ സോംബി മാക്സിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ കാഴ്ച കണ്ട് സോയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചിരുന്നു. ഭയന്നു വിറച്ചി അവൾ അവിടെ നിന്ന് ഇറങ്ങിയോടി കൂട്ടുകാരുടെ പാർട്ടി നടക്കുന്നിടത്തേക്ക് എത്തി. കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാനും ആവശ്യപ്പെട്ടു. പക്ഷേ ആരും തന്നെ അതിന് ചെവി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ സോംബി അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു. അവളുള്ളവരെ കടിച്ച് മൊത്തത്തിൽ പ്രശ്നം ആരംഭിക്കാനും പുതിയ പുതിയ സോംബികൾ ജന്മം കൊള്ളാനും ആരംഭിച്ചു. ഒരു തരത്തിൽ സോയെ മുകൾ വശത്തുള്ള ജനൽ വഴി ആ ആക്രമണത്തിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെട്ടിരുന്നു. കഥ അവിടെ നിന്നും 5 കൊല്ലങ്ങൾക്കിപ്പുറത്തേക്ക് പോകുന്നു. സോയെ ഇപ്പോൾ ഒരു ബങ്കറിലാണുള്ളത്. അവൾ കണ്ട കാഴ്ചകളും സംഭവങ്ങളും അവൾ ഒരു മാഗസിനിലായി എഴുതിയിരുന്നു. ലോകം ഒട്ടുക്കും ആ സോംബി വൈറസ് പടർന്നു പിടിച്ചിരുന്നു. പുറം ലോകം മുഴുവൻ നിലവിലിപ്പോൾ സോംബികളാണ്. സൈന്യം ഏറ്റെടുത്ത സുരക്ഷിതമായ ഒരു ബങ്കർ പ്രദേശം മാത്രമേ സോംബികളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അവിടെ സോംബികളെ പ്രതിരോധിക്കാൻ വേണ്ട സൗകര്യങ്ങളും പ്രൊട്ടക്ഷൻ മതിലുകളും എല്ലാം ഉണ്ടായിരുന്നു. വളരെ വലിയൊരു മലമുകളിലാണ് ആ ബങ്കർ സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയായ കുറച്ച് മനുഷ്യരും സൈനികരും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതും. 24 മണിക്കൂറും സൈനിക ഒബ്സർവേഷനും കാവലും അവിടെ ഉണ്ടാകും. അങ്ങോട്ടേക്ക് വന്നെത്തുന്ന ഓരോ സോംബിയെയും സൈനികർ വകവരുത്തി കളയും. അവിടെ താമസിക്കുമ്പോഴും സോയെ തന്റെ റിസർച്ചുകൾ തുടർന്നിരുന്നു. അന്നവൾ ഒരു ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബങ്കറിലെ താമസക്കാരിയായ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് കടന്നു വന്നു. തന്റെ മകൾ ലില്ലിയുടെ അവസ്ഥ മോശമാണെന്നും ഒന്ന് ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞു. ആ ബങ്കറിലുള്ള ഒരേ ഒരു ചെറിയ പെൺകുട്ടി ലില്ലിയാണ്. ലില്ലിയുടെ അവസ്ഥ സോയെ ചെക്ക് ചെയ്തു. ന്യൂമോണിയ ബാധിച്ച ലില്ലി അവശതയിൽ ബെഡിൽ കിടക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന മരുന്നുകൾ സോയെ ലില്ലിക്ക് കൊടുത്തതാണ്. പക്ഷേ അവസ്ഥ മോശമാവുകയല്ലാതെ മരുന്നുകൾ അവളിൽ ഫലിക്കുന്നുണ്ടായിരുന്നില്ല. അവളെ രക്ഷപ്പെടുത്തണമെങ്കിൽ പുറത്ത് മെഡിക്കൽ കോളേജിലുള്ള ഒരു മരുന്നെടുത്തുകൊണ്ടുവരണം. പിന്നാലെ മിലിറ്ററി ക്യാമ്പ് ലീഡറായ മിക്വേലിനെ കണ്ട് സോയെ കാര്യങ്ങൾ വിശദീകരിച്ചു. ലില്ലിയുടെ അവസ്ഥയെ
പറ്റി കൃത്യമായി എടുത്തു പറഞ്ഞു. മരുന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നും സോയെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. തന്റെ ക്യാമ്പസിൽ മെഡിക്കൽ റൂമിനകത്ത് മരുന്ന് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും മിലിറ്ററി പേഴ്സൺസ് അവിടെ ചെന്ന് മരുന്നെടുത്തു കൊണ്ടുവന്നാൽ ലില്ലിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ള നിർദ്ദേശവും അവൾ നൽകി. പക്ഷേ സോയുടെ പറച്ചിലും ഉത്തരവിടലുമൊന്നും മിഗ്വലിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. തന്റെ അധികാരമുള്ളിടത്ത് മറ്റൊരാൾ അധികാരം കാണിക്കുന്നത് അയാളുടെ ഈഗോയെ ഉണർത്തിയിരുന്നു. പുറത്തെ അവസ്ഥ നാളുകൾക്ക് നാൾ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും അവിടെ പോയി മരുന്നെടുക്കൽ വളരെയധികം റിസ്കിയാണ് എന്നുമായിരുന്നു മിഗ്വൽ പറഞ്ഞത്. പട്ടാളക്കാരാണെങ്കിൽ കൂടി തന്റെ ആളുകളുടെ ജീവൻ ബലി കൊടുക്കാൻ താൻ തയ്യാറല്ലെന്നും മിഗ്വൽ കൂട്ടിച്ചേർത്തു. അവിടെ വലിയൊരു വാക്കുതർക്കവും സംവാദവും തന്നെ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മിഗ്വൽ ഒന്ന് അടങ്ങുകയും സോയെ പറഞ്ഞ രീതിയിൽ മരുന്നെടുക്കാൻ അനുവദിക്കുകയും ചെയ്തു. മിലിറ്ററി പേഴ്സൺസിനൊപ്പം സോയെയും ക്യാമ്പസിലേക്ക് പോവാൻ തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം ബാക്ക എന്ന് പേരുള്ള ഒരു മിലിറ്ററി പേഴ്സൺ നയിക്കുന്ന സ്പെഷ്യൽ യൂണിറ്റ് സോയയുമായി ആ ദൗത്യം ഏറ്റെടുത്ത് പുറപ്പെടാനൊരുങ്ങി. ബാക്ക യാഥാർത്ഥ്യത്തിൽ സോയയുടെ ബോയ്ഫ്രണ്ടും മിഗ്വലിന്റെ സഹോദരനുമായിരുന്നു. അന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്ക സോയയോട് സംസാരിച്ചു. മിഗ്വലിന് തങ്ങളുടെ അച്ഛന്റെ അതേ സ്വഭാവമാണെന്നും എപ്പോഴും ഏറ്റവും വലിയ ആളായിരിക്കാനാ അവനിഷ്ടം എന്നും ബാക്ക കൂട്ടിച്ചേർക്കുന്നുണ്ട്. യാത്ര തുടർന്ന് കുറച്ചു ദൂരം പിന്നിട്ടപ്പോ കാടിന്റെ നടുവിലേക്ക് എത്തിയിരുന്നു. പെട്ടെന്നായിരുന്നു അവർ സഞ്ചരിച്ച വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നത്. വണ്ടിക്ക് എന്താ പറ്റിയതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അവർക്ക് രാത്രിയാകുന്നവരെ ആ കാടിന്റെ ആ ഉൾവശത്തായി തുടരേണ്ടി വന്നു. ചുറ്റിലും തോക്ക് ചൂണ്ടി ഭയത്തോടെ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവരുടെ ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒടുവിലത് സംഭവിച്ചു. സൂര്യൻ മാഞ്ഞതോടെ പുറത്തിറങ്ങിയ സോംബികൾ അവരെ തേടി എത്താൻ ആരംഭിച്ചു. പല സോൾജേഴ്സും ബങ്കറിലേക്ക് തിരികെ പോവാം എന്ന തരത്തിൽ പറയുന്നുണ്ടായിരുന്നു. സോയെ അപ്പോഴും ലില്ലിയുടെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കാനും മരുന്നില്ലാതെ എങ്ങനെയാണ് പോകുന്നത് എന്നും അവരോടായി ചോദിച്ചു. സ്പെഷ്യൽ യൂണിറ്റ് സോംബി അറ്റാക്കിനെ തടയാൻ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം കാറിനകത്തുണ്ടായിരുന്ന സോയെ വണ്ടി ഒരിക്കൽ കൂടി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി. അതോടെ അവരെല്ലാവരും വേഗത്തിൽ ആ കാടിനകത്ത് നിന്ന് വണ്ടി ഓടിച്ച് പുറത്തു കടക്കുകയാണ്. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ അവർ സോയുടെ ക്യാമ്പസിലേക്ക് എത്തി. കൃത്യമായി 4 വശവും കവർ ചെയ്ത് ക്യാമ്പസിനകത്തേക്ക് കടന്ന അവർ മെഡിക്കൽ റൂമിലെത്തി ലില്ലിക്ക് വേണ്ട മരുന്നെടുത്തു. പക്ഷേ പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന സോംബികൾ അവർക്ക് പിന്നാലെ ഒന്നൊന്നായി എത്തിത്തുടങ്ങിയിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ എല്ലാവരും പുറത്തേക്കൂടി. പക്ഷേ ഇതിനിടയിൽ മിലിറ്ററി പേഴ്സണായ ഫ്രാങ്ക് എന്ന വ്യക്തി സോംബിയാൽ ആക്രമിക്കപ്പെട്ടിരുന്നു. അതോടെ ഫ്രാങ്കിനെ അവിടെ ഉപേക്ഷിച്ച് അവർക്ക് വണ്ടിയെടുത്ത് ബങ്കറിലേക്ക് മടങ്ങേണ്ടി വന്നു. പിറ്റേന്ന് പുലർച്ചെയോടെ അവർ ബങ്കറിലെത്തി. സോയയ്ക്കും ബെക്കയ്ക്കും മറ്റുള്ളവർക്കും മിഗ്വലിനെ എതിരിടണമായിരുന്നു. ഫ്രാങ്കിന്റെ അവസ്ഥ മിഗ്വൽ അറിഞ്ഞു. മിഗ്വലിന്റെ ദേഷ്യം മാളിക്കത്തിയിരുന്നു. സോയയുടെ മണ്ടത്തരവും പോവാനുള്ള വാശിയുമാണ് തന്റെ ഒരാളെ ഇല്ലായ്മ ചെയ്തത് എന്ന് ആരോപിച്ച മിഗ്വൽ വലിയ തോതിൽ അവരെ ശകാരിച്ചു. പക്ഷേ അവരാരും അറിയാത്ത ഒന്നുകൂടി സംഭവിച്ചിരുന്നു. അവർ യാത്ര ചെയ്തു വന്ന കാറിനടിയിൽ ഒരു സോംബി കടന്നുകൂടിയിരുന്നു. ആരും കാണാതെ ബങ്കറിന്റെ വെന്റിലേഷൻ ഡക്റ്റ് വഴി ആ സോംബി അകത്തേക്ക് കടന്നു. വെന്റിലേഷൻ ഡക്റ്റ് വഴി മുമ്പോട്ട് നീങ്ങിയ സോംബി ബങ്കറിനകത്ത് ബെക്കയും സോയയും ചുംബിക്കുന്നത് കണ്ടു. ആ സോംബി വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഒരു സെക്യൂരിറ്റി ഗാർഡ് സോംബിയുടെ മുരൾച്ചയും മറ്റും കേട്ട് ചെക്ക് ചെയ്യാനായി വെന്റിലേഷൻ ഡക്റ്റിലേക്ക് കയറി. പക്ഷേ അതിനുള്ളിൽ വെച്ച് അയാൾ സോംബിയാൽ ആക്രമിക്കപ്പെടുകയാണ്. ഇതേസമയം മറുവശത്ത് സോയയാകട്ടെ ലില്ലിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയായിരുന്നു. മരുന്നൊക്കെ കൊടുത്തതുകൊണ്ട് ലില്ലിയുടെ കണ്ടീഷൻ നല്ല രീതിയിൽ ഭേദപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. ലില്ലിയെ പരിശോധിച്ച ശേഷം ആരുമില്ലാത്ത ഹോൾവേയിലൂടെ സോയെ തിരികെ നടക്കുകയാണ്. പെട്ടെന്നായിരുന്നു അവളുടെ മുമ്പിലേക്ക് എയർവെന്റിൽ നിന്ന് ചാടി വീണ സോംബി എത്തിയത്. സോയെ വല്ലാതെ ഭയപ്പെട്ടു, പിന്തിരിഞ്ഞോടി. ഇതിനിടയിൽ ബങ്കറിലെ അലാം അവൾ പ്രസ് ചെയ്തിരുന്നു. അപകടം ബങ്കറിലെ ഏവരെയും അറിയിക്കുവാൻ. സോംബിയെ ഭയന്നോടിയവൾ ഒടുവിൽ ഒരു ഡെഡ് എൻഡിലേക്ക് എത്തിപ്പെടുകയാണ്. എന്തു ചെയ്യുമെന്നറിയാതെ സോയെ ഭയന്നു നിന്നു. സോംബി പിന്നാലെ എത്തിയിരുന്നു. പക്ഷേ സോംബി അവളെ ആക്രമിച്ചില്ല. സംസാരിക്കാൻ പറ്റാതായ ആ സോംബി തന്റെ ഷർട്ടിന്റെ ഭാഗം വലിച്ച് കയ്യിലുള്ള എന്തോ കാണിച്ച് അവളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. സോയെ നോക്കി കയ്യിൽ സോയെ എന്ന് കുത്തിവെച്ചിരിക്കുന്നു. ആ ഒരു നിമിഷത്തിൽ ആ സോംബി മാക്സ് ആണ് എന്നവൾ തിരിച്ചറിഞ്ഞു. അത്ഭുതകരമെന്ന വണ്ണം സോംബിയായി മാറിയിട്ടും മാക്സിന് സോയയെ ഓർമ്മയുണ്ടായിരുന്നു. അയാൾക്ക് തന്നെ നിയന്ത്രിക്കാനും സാധിക്കുന്നു
പറ്റുന്നുണ്ട്. പിന്നാലെ സോയയെ കടന്നുപിടിച്ച് സോംബിയായ മാക്സ് അവളെ പീഡിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ ബെക്കയും മറ്റുള്ളവരും കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. സോംബിക്ക് നേരെ വെടിയുതിർത്തു. പിന്നാലെ മാക്സിനെ കൊല്ലുവാൻ അവർ മുമ്പിട്ട് വന്നെങ്കിലും സോയെ അവരെ തടഞ്ഞു. മാക്സിനെ കൊല്ലരുതെന്നും അയാളെ പിടിച്ച് ബന്ദിയാക്കാനും അയാൾക്ക് ഇപ്പോഴും ഓർമ്മയും വെടിവുമുണ്ടെന്നും അയാളെ പരിശോധിച്ചാൽ റിസർച്ച് ചെയ്താൽ ഒരുപക്ഷെ ഈ സോംബി വൈറസിന് എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താൻ പറ്റിയാലോ എന്നും അവൾ കൂട്ടിച്ചേർത്തു. പിന്നാലെ മിഗ്വേൽ അങ്ങോട്ടേക്ക് വന്നിരുന്നു. മാക്സിനെ ഉടനടി വെടിവെച്ചു കൊല്ലാനായിരുന്നു അയാളുടെ തീരുമാനം. പക്ഷേ സോയെ അവിടെയും മിഗ്വേലിന്റെ മുമ്പിൽ കയറി അത് തടഞ്ഞു. മാക്സിന് ഇപ്പോഴും ഹ്യൂമൻ കോൺഷ്യസ്നസ് ഉണ്ടെന്നും ഇയാളെ പരിശോധിച്ച് റിസർച്ച് ചെയ്താൽ ചിലപ്പോൾ നമുക്കൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയേക്കും എന്നും അവൾ അറിയിച്ചു. മിഗ്വേൽ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മിഗ്വേലിനെ വിശ്വസിപ്പിക്കാൻ മാക്സിന് മുമ്പിൽ സോയെ തന്റെ കൈ ഉയർത്തി. മാക്സ് അവളെ കടിച്ചതേയില്ല. പിന്നാലെ സോയെ മിഗ്വേലിനോട് സംസാരിച്ചു. മാക്സിന് സ്പെഷ്യൽ ആന്റിബോഡികൾ ഉണ്ട്. മുമ്പ് ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. സോയെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒടുവിൽ മിഗ്വേൽ അംഗീകരിച്ചു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. മാക്സിനെ നല്ല രീതിയിൽ സോയെ പഠിക്കാൻ ശ്രമിച്ചു. അതിലവൾ ഒരു കാര്യം മനസ്സിലാക്കി. മാക്സിന്റെ വൈറ്റൽ ഓർഗൻസ്, അതായത് ഹാർട്ടും ബ്രെയിനും അടക്കം പ്രോപ്പറായി വർക്ക് ചെയ്യുന്നു. എന്തിനേറെ പറയുന്നു, മാക്സിന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷെ അവൾ അടുത്തു ചെന്നപ്പോ മാക്സ് അവളെ നക്കിയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം സോയെ ആ കാര്യം പറഞ്ഞു. മാക്സിന്റെ ബ്ലഡിൽ വാക്സിനായി ഉപയോഗിക്കാവുന്ന ചില സംഗതികളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഹോർമോൺ. അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ വാക്സിൻ നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ കാര്യങ്ങൾ ഉറപ്പിക്കാൻ മറ്റുള്ള സോംബികളിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുത്ത് കമ്പയർ ചെയ്ത് പരിശോധിക്കണം. പക്ഷേ ബാക്ക അതത്ര പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. ഇനിയും തന്റെ കോംറേഡ്സിന്റെ ജീവനും ജീവിതവും നഷ്ടപ്പെടുത്താനും പറ്റില്ല എന്നും അയാൾ വ്യക്തമാക്കി. എങ്ങാനും വല്ലതും സംഭവിച്ചാൽ മിഗ്വേൽ വളരെ ദേഷ്യത്തിലാവുമെന്നും ഭവിഷ്യത്തുകൾ എന്താണെന്ന് പറയാൻ പറ്റില്ല എന്നും അവൻ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സോയെ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കാര്യങ്ങളും ലോകത്തിന്റെ ഭാവിയും മറ്റും പറഞ്ഞ് ഒടുവിൽ ബാക്കയെ അവൾ കൺവിൻസ് ചെയ്യിപ്പിച്ചു. മിഗ്വേൽ അറിയാതെ മിഷനായി അവർ പുറപ്പെട്ടു. രാത്രി വൈകി 2 ടീമായി പിരിഞ്ഞായിരുന്നു അവർ സോംബി ഹണ്ടിംഗ് മിഷൻ ഇറങ്ങിയത്. ബാക്ക പെട്ടെന്ന് മുമ്പിലെത്തിയൊരു സോംബിയെ വെടിവെച്ച് വീഴ്ത്തി. ആ അവസരം മുതലെടുത്ത് സോയെ അതിന്റെ ബ്ലഡ് സാമ്പിൾ എടുത്തു. പക്ഷേ അങ്ങോട്ടേക്ക് പിന്നാലെ ഒരുപറ്റം സോംബികൾ എത്താൻ തുടങ്ങിയിരുന്നു. സോംബികളുടെ എണ്ണം കൂടിയതോടെ പ്രതിരോധിച്ച് നിൽക്കുവാൻ ബാക്കക്കും മറ്റും പറ്റാതായി. ഒടുവിൽ വണ്ടിയെടുത്ത് അവർ അവിടെ നിന്ന് തിരികെ ഓടിച്ചു വരികയായിരുന്നു. പക്ഷേ ആ സമയം അവിടുത്തെ പ്രധാന കവാടം അടയ്ക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. സുരക്ഷിതരായി ബാക്കയും മറ്റുള്ളവരും ബങ്കറിലേക്ക് എത്തിയെങ്കിലും വിവരങ്ങൾ അറിഞ്ഞ മിഗ്വേൽ വളരെയധികം ക്ഷുഭിതനായിരുന്നു. തന്നെ അറിയിക്കാതെ മിഷന് പുറപ്പെട്ടതും അവർ ചെയ്തു വെച്ച പ്രശ്നങ്ങളും മിഗ്വേലിനെ രോഷം കൊള്ളിച്ചു. പക്ഷേ ഇതേ സമയം സോയയ്ക്കൊപ്പം അവർ നിന്നിരുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥ ഭാവമാറ്റങ്ങൾ വരുന്നത് പ്രകടമാക്കാൻ തുടങ്ങി. കഴിഞ്ഞ മിഷനിൽ അവൾക്ക് കടിയേറ്റിരുന്നു. മിഗ്വേൽ ഉടനടി ആ പട്ടാള ഉദ്യോഗസ്ഥയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. രണ്ടിലൊന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ അവളുടെ തലയിലൂടെ ബുള്ളറ്റ് പായിച്ച് അവളെ വകവരുത്തി. സോയെ മിഗ്വേലിനെ തടയാൻ ശ്രമിച്ചതായിരുന്നു. മരുന്ന് വെച്ച് അവളെ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ റിസ്ക് എടുക്കാൻ മിഗ്വേൽ തയ്യാറായില്ല. പട്ടാള ഉദ്യോഗസ്ഥ കൊല്ലപ്പെട്ടപ്പോ സോയയുടെ മുഖത്തടക്കം രക്തം തെറിച്ചിരുന്നു. സോയെ മിഗ്വേലിനെതിരെ രോഷത്തോടെ അലറി. മിഗ്വേലും തിരികെ സോയയോട് രോഷം കാണിച്ചു. സോയെ കാരണമാണ് വീണ്ടും എന്റെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന തരത്തിൽ സോയയെ അയാൾ കുറ്റാരോപിതയാക്കി. സോയയുടെ വാക്സിൻ റിസർച്ചിനെ പറ്റിയൊന്നും തനിക്ക് അറിയണ്ടെന്നും 12 മണിക്കൂറേ ഇനി സമയമുള്ളൂവെന്നും 12 മണിക്കൂറിൽ മാക്സിനെ കൊന്നുകളയും എന്നും പറഞ്ഞ മിഗ്വേൽ അവിടെ നിന്ന് പോയി. വളരെയധികം മോശമായ രീതിയിലായിരുന്നു മിഗ്വേൽ സോയയോടൊന്ന് പെരുമാറിയത്. ബെക്കയെ അത് രോഷം കൊള്ളിച്ചിരുന്നു. ബെക്ക തന്റെ ചേട്ടൻ മിഗ്വേലിനടുത്ത് ചെന്ന് നല്ല രീതിയിൽ പ്രതികരിച്ചു. മിഗ്വേൽ ചെയ്തതും പ്രവർത്തിച്ചതും ഒട്ടും ശരിയായില്ലെന്ന് പറഞ്ഞു. പക്ഷേ മിഗ്വേൽ കേട്ടു നിൽക്കാൻ ഒരുക്കമായിരുന്നില്ല. ബാക്കയ്ക്കെതിരെ തിരിഞ്ഞ് മിഗ്വേൽ പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിവിടെ അവശേഷിക്കുന്നവരെ രക്ഷപ്പെടുത്താനും അവരുടെ ജീവൻ നിലനിർത്താനും വേണ്ടി മാത്രമാണ്. സോയെ ബങ്കറിന്റെ ഡിഫൻസിനെയാണ് ഇല്ലാതാക്കിയത്. ഇല്ലാത്തൊരു വാക്സിന്റെ സാധ്യതകളും മാത്രമുള്ള ഒരു വാക്സിന്റെ പേരും പറഞ്ഞ അവൾ ഈ ചെയ്തതൊക്കെ. പിന്നാലെ മിഗ്വേൽ താൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടി സോയെ കുറ്റപ്പെടുത്തി പറഞ്ഞു. നീ ആ മാക്സ് സോംബിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന്റെ കയ്യിൽ അവളുടെ പേര് കുത്തിവെച്ചിട്ടുണ്ട്. മിക്കവാറും ഈ മാക്സും സോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകും. അതായിരിക്കും ആ മാക്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. മിഗ്വേല പറഞ്ഞത് കേട്ടതും ബാക്ക കുറച്ച് വല്ലാതായിരുന്നു. ബാക്ക സോയയുടെ അടുത്തെത്തി.
കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ ആരംഭിച്ചു. പിന്നാലെ മാക്സിനെ മുമ്പേ തനിക്ക് അറിയായിരുന്നുവെന്നും ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് തന്റെ റിസർച്ച് സബ്ജക്റ്റായി മാക്സിന്റെ ബ്ലഡ് എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. മാക്സിന് തന്നോടുണ്ടായിരുന്ന താല്പര്യത്തെപ്പറ്റിയും മറ്റും എല്ലാ കാര്യങ്ങളും സോയെ അവനോട് വിശദീകരിച്ചു. പിന്നാലെ സോയെ ബെക്കയോട് പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കണം, എന്നെ കൊണ്ട് ഇതിന് സാധിക്കും, ഞാൻ വാക്സിൻ ഡെവലപ്പ് ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞ് അൽഫോൺസ് എന്ന അവിടുത്തെ ഒരു മിലിറ്ററി പേഴ്സണും കൂടി ഒരു സഹപ്രവർത്തനം കൂടി സോയെ കാണാൻ അകത്തേക്ക് വന്നു. സോയെ അപ്പോ സോംബിയുടെ ബ്ലഡ് സാമ്പിൾ പരിശോധിക്കുകയായിരുന്നു. അവർ സോയയ്ക്ക് ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്നിരുന്നു. മിഗ്വേലുമായുള്ള പ്രശ്നം പറഞ്ഞു തീർത്ത് ഒക്കെ സെറ്റിൽ ചെയ്യിക്കാനായിരുന്നു അവർ വന്നത്. അൽഫോൺസിന്റെ ഫീമെയിൽ കമ്പാനിയൻ അവിടെ കിട്ടിയിട്ടിരുന്ന മാക്സിനടുത്തേക്ക് ചെന്ന് മാക്സിനെ ഒന്ന് വെറുപിടിപ്പിക്കാൻ നോക്കി. മാക്സ് ഉടനടി അൽഫോൺസിന്റെ ഫീമെയിൽ കമ്പാനിയനെ കടന്നാക്രമിച്ചു. അൽഫോൺസ് അടക്കം എത്തിയായിരുന്നു മാക്സിന്റെ പിടിയിൽ നിന്നും അവളെ പിടിച്ചു മാറ്റിയത്. പക്ഷേ അൽഫോൺസ് മാക്സിനെ ഭിത്തിയിലേക്ക് ചേർക്കുന്ന സമയം മാക്സ് വിദഗ്ധമായി തന്നെ ലോക്ക് ചെയ്തിരുന്ന കീ അൽഫോൺസിന്റെ പോക്കറ്റിൽ നിന്ന് കരസ്ഥമാക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഓക്കെയായി. അൽഫോൺസും പാർട്ട്ണറും പോയി. സോയെ തന്റെ മുറിയിൽ റിസർച്ച് തുടരുകയായിരുന്നു. ഈ സമയമാണ് താക്കോല് വെച്ച് സ്വയം ഫ്രീയായ മാക്സ് അവളുടെ പിന്നിലെത്തുന്നത്. മാക്സ് അവളെ കടന്നാക്രമിക്കാൻ തുടങ്ങി. കൃത്യ അവസരത്തിൽ അവിടെ ഇരുന്നൊരു ബോട്ടിലെടുത്ത് മാക്സിന്റെ മുഖത്ത് അടിച്ച് പൊട്ടിച്ച് അവൾ അവിടെ നിന്ന് പുറത്തേക്കോടി. പിന്നാലെ സഹായത്തിന് അവൾ വിളിച്ചലറുകയും ചെയ്തു. ബാക്കയും അൽഫോൺസും കൂടി സഹായത്തിനെത്തി. സോയുടെ മുറിയിലേക്ക് വേഗത്തിൽ കടന്നു ചെന്ന അവർ മാക്സിനെ ബന്ദിയാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ മാക്സിനെ അവിടെയെങ്ങും കാണുന്നേണ്ടായിരുന്നില്ല. പിന്നാലെ ബങ്കർ അലാം ഓൺ ചെയ്തു. എമർജൻസി സിറ്റുവേഷൻ അനൗൺസ് ചെയ്യപ്പെട്ടു. അവിടെയുള്ള സിവിലിയൻസ് ഒക്കെ ഒരിടത്തേക്ക് തടിച്ചുകൂടിയിരുന്നു. മാക്സ് രക്ഷപ്പെട്ട കാര്യവും അപകടാവസ്ഥയും ഏവരും അറിഞ്ഞിരിക്കുന്നു. ഏവരും ഭയപ്പെടുന്നുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും ലില്ലിയിലേക്ക് തിരിയുന്നു. ഉറങ്ങുകയായിരുന്ന ലില്ലി ഒച്ച കേട്ട് എഴുന്നേറ്റ് ഹോൾവേയിലൂടെ നടന്നു വരികയാണ്. ഭയന്ന് കരഞ്ഞുകൊണ്ടായിരുന്നു അവളുടെ വരവ്. പക്ഷേ അവൾ മുമ്പിൽ കണ്ട അമ്മയെ വിളിച്ചു. അമ്മയുടെ രൂപം കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. അവളുടെ അമ്മ കടിയേറ്റൊരു സോംബിയായി മാറിയിരുന്നു. അവളുടെ അമ്മ അവളെ ആക്രമിക്കാനായി മുമ്പിട്ട് വന്നതും മാക്സ് ആ സോംബിയുടെ പിന്നിൽ വന്നു. അമ്മയായ സോംബിയെ ഇല്ലായ്മ ചെയ്തു. പിന്നാലെ ലില്ലിയെ പിടികൂടിയ മാക്സ് ലില്ലിയെ ബന്ദിയാക്കി വെക്കുകയാണ്. ഇതിനിടയിൽ ലില്ലിയെ അന്വേഷിച്ചു വന്ന സോയെ ആകട്ടെ മാക്സ് ബന്ദിയാക്കിയ ലില്ലിയെ കണ്ടു. ലില്ലിയെ താൻ വിട്ടുതരാം, പക്ഷേ സോയെ തന്റെ കൂടെ കിടക്കണം എന്ന് മാക്സ് പറഞ്ഞു. സോയയ്ക്ക് ലില്ലിയുടെ സുരക്ഷയായിരുന്നു വലുതായി തോന്നിയത്. മാക്സിന്റെ വാക്കുകൾക്ക് സമ്മതിച്ച് അവൾ അവളുടെ തോക്ക് താഴെ വെച്ചു. മാക്സ് അതോടെ ലില്ലിയെ മോചിപ്പിക്കുകയാണ്. ജീവൻ തിരിച്ചു കിട്ടിയ ആ ഒരു അവസരത്തിൽ ലില്ലി ജീവനും കൊണ്ട് മുമ്പോട്ടോടി. ഇതേസമയം മറുവശത്ത് മാക്സ് ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് ബങ്കറിനകത്തേക്ക് സോംബികൾ ഇരച്ചു കയറാൻ ആരംഭിച്ചിരുന്നു. പുറത്തേക്കൂടിയ ലില്ലിക്ക് പിന്നാലെ സോയെ അവളുടെ പിന്നാലെയോടി. മാക്സിന്റെ കണ്ണുവെട്ടിച്ചായിരുന്നു അത്. ബങ്കറിന്റെ അകത്തേക്ക് പൂർണ്ണമായും സോംബികൾ കയറാതിരിക്കാൻ മിഗ്വൽ ഷട്ടർ അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ബാക്ക് അങ്ങോട്ടേക്ക് ഓടി വന്ന് അത് ചെയ്യരുത്, ലില്ലിയും സോയിയും പുറത്തേക്ക് പോയിരിക്കുകയാണ്, അവരെ രക്ഷപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ മിഗ്വൽ അത് ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ബാക്കിയുള്ളവരുടെ സുരക്ഷ നോക്കണം, മറ്റൊന്നും പ്രശ്നമല്ല എന്നായിരുന്നു മിഗ്വൽ പറഞ്ഞത്. പക്ഷേ ബാക്ക ഷട്ടർ തൽക്കാലത്തേക്കൊന്ന് തുറക്കണം, അവർ അകത്ത് കയറി കഴിഞ്ഞടിച്ചോളൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അതിനെ ചൊല്ലി രണ്ട് സഹോദരങ്ങളും തമ്മിൽ വലിയ വാക്കുതർക്കത്തിലേക്ക് കടന്നു. വാക്കുതർക്കത്തിൽ ദേഷ്യം പൂണ്ട മിഗ്വൽ തന്റെ സഹോദരൻ ബാക്കയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിരുന്നു. ബാക്കയ്ക്കെതിരെ മിഗ്വൽ വെടിയുതിർക്കും എന്ന ഘട്ടത്തിൽ പാഞ്ഞു വന്നൊരു സോംബി മിഗ്വലിനെ കടന്നാക്രമിച്ചു. ബാക്ക മിഗ്വലിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും മിഗ്വലിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഇതേ സമയം പുറത്തേക്ക് രക്ഷപ്പെട്ട ലില്ലിക്കൊപ്പം സോയെ എത്തിച്ചേർന്നിരുന്നു. അവർ ഗ്രീൻ ഹൗസിനകത്തായിരുന്നു. സോംബികളുടെ കണ്ണിൽപ്പെടാതെ സുരക്ഷിതമായിരിക്കുവാൻ അവർ ശ്രമിച്ചു. പക്ഷേ മാക്സ് അവിടേക്കും എത്തി. സോയയ്ക്ക് പിന്നെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. മാക്സിനെ ആക്രമിച്ച സോയെ മാക്സിന്റെ തല വെട്ടി വീഴ്ത്തി. സോംബിയായി പോലും ഇനി അവൻ ജീവിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തി. ഒടുവിൽ ഒരു വഴിയിലൂടെ സുരക്ഷിതമായി ലില്ലിക്കൊപ്പം സോയെ ബങ്കറിനകത്തേക്ക് തിരികെ എത്തി. അപ്പോഴേക്കും ബാക്ക അവിടെ ഉണ്ടായിരുന്നു. ബാക്ക സോയോട് പറഞ്ഞു, താൻ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്, ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ വകവരുത്താൻ പോവുകയാണ്, എനിക്കൊരു സോംബിയായി ജീവിക്കണ്ട. പക്ഷേ സോയെ ബാക്കയ്ക്ക് അടുത്തു വന്ന് സംസാരിച്ചു. അവനെ ആശ്വസിപ്പിച്ചു. ഒന്ന് കാത്തിരിക്കാനും വാക്സിന്റെ അവസാനഘട്ട റിസർച്ചും പൂർണ്ണമായിട്ടുണ്ടെന്നും
വാക്സിൻ വെച്ച് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും എന്നും സോയെ അവനോട് പറഞ്ഞു. ആദ്യം ബാക്ക ഒന്ന് മടിച്ചെങ്കിലും സോയെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോ അവൻ ഒന്നടങ്ങി തലയിലേക്ക് ചൂണ്ടിയിരുന്ന തോക്ക് താഴ്ത്തി. പിന്നാലെ താൻ ഡെവലപ്പ് ചെയ്ത വാക്സിൻ ബാക്കയ്ക്ക് അവൾ കുത്തിവെച്ചു. ബാക്കയിൽ റിസൾട്ട് കിട്ടിയിരുന്നു. സോംബി വൈറസ് അവന്റെ ശരീരത്തിലേക്ക് പിടിച്ചില്ല. അന്നത്തെ സോംബി അറ്റാക്കും ബങ്കർ സർവൈവ് ചെയ്തിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് ബങ്കർ റിപ്പയർ ചെയ്ത് പഴയ രീതിയിൽ എല്ലാ തരത്തിലും സജ്ജീകരിക്കപ്പെട്ടു. രക്ഷപ്പെട്ട സോയെയും ലില്ലിയും ബാക്കയും അവിടെ ജീവിക്കാൻ തുടങ്ങി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ സോംബി ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.